ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ടെറസിൽ ചെയ്ത ബ്രക്കോളി കൃഷിയാണ്. ബ്രക്കോളി നന്നായിട്ട് നമ്മുടെ ടെറസിലൊക്കെ വളരും. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് മാത്രം മാർക്കറ്റിൽ നിന്ന് മാത്രം വാങ്ങി പരിചയമുള്ള സാധനം നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് കൃഷി ചെയ്ത് എങ്ങനെ കൃഷി ചെയ്യാൻ നോക്കിയേ. ഇത് ഗ്രോ ബാഗിൽ ചെയ്തിട്ടുള്ളതാണ്. ഒക്കെ ഒരു ഗ്രോ ബാഗിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു തൈയിൽ തന്നെ 5-6 ബ്രാഞ്ചസൊക്കെ വരും. ഇതൊക്കെ കൊച്ചു ബ്രാഞ്ചസുകളാണ്. ഒരു കായ് വിളവെടുത്തതിൻ്റെ ശേഷം അടുത്ത കായ് ഉണ്ട്. ഇതിൽ കുറച്ച് ഇതൊക്കെ നിറച്ച് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നല്ല ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല മനോഹരമായ തൈയാണ്, കാണാനും നല്ല ഭംഗിയാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നോക്കി വേണ്ട, ഇത് വേറൊരു തൈയാണ്, വേറൊരു ചെടിയാണ്. ഇത് കണ്ട ബ്രക്കോളി. ഇങ്ങനെയാണ് ബ്രക്കോളി തൈയിലുണ്ടാവുക. സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി പരിചയമുള്ളൂ. ഇതുണ്ടോ അതിൻ്റെ കടകളൊക്കെ നോക്കി. ഇത് നിറച്ചും ബുഷായിട്ട് ഇങ്ങനെ വരും കായ്. അതേപോലെ ഇതിന് നിറച്ചും ബ്രാഞ്ചസ് ഉണ്ട്. ഇതൊക്കെ ബ്രാഞ്ചസുകളാണ്. ഒരുപാട് ബ്രാഞ്ചസുകൾ, ഓരോ തൈയിലും 6-7 ബ്രാഞ്ചസൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കായ് ഉണ്ടാവും. ഇതിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പൂടുന്നേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത് ടെറസിൽ ചെയ്യാവുന്ന, നല്ല സൂര്യപ്രകാശം കിട്ടണം. നമ്മളിത് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം, ഒരു 6-7 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടണം. അതിൽ നിർബന്ധമായും അതിരാവിലുള്ള വെയിൽ നന്നായിട്ട് ലഭിക്കും വിധത്തിൽ വേണം നമ്മളിതിനെ വെച്ചു കൊടുക്കാൻ. അതിന് ഉത്തമം നമുക്ക് കിഴക്ക് പടിഞ്ഞാറായിക്കൊണ്ടുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം നന്നായിട്ട് വെയിൽ കിട്ടും. ഇതൊക്കെ ഒരു അല്ലിയായി വരുന്നുണ്ടോ. സാധാരണ നമ്മളിപ്പോൾ മാർക്കറ്റ് കാണുന്നതല്ലാണ്ട് നമ്മൾ വീട്ടിൽ ചെയ്ത് കാണുമ്പോൾ നമുക്കതൊരു ഭംഗി തന്നെയാണ്. ഇതിൽ സാധാരണ വളങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തെടുക്കേണ്ടുള്ളൂ. എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്ക്, അതുപോലെ ചാണകപ്പൊടി, ആട്ടും കാഷ്ടം, ഇതൊക്കെ ഇതിന് വളമായിട്ട് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങുന്ന ചെറുതായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അല്ലാതെ വലുതായി വരുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ സ്പ്രേ ഒന്നും ചെയ്ത് കൊടുക്കേണ്ടില്ല, മരുന്നൊന്നും തെളിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഇതിന് കീടങ്ങളുടെ ആക്രമണം കുറവാണ്. ബ്രക്കോളിക്ക് കീടാക്രമണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ ഇത് കൃഷി ചെയ്യാം. പെട്ടെന്നങ്ങ് നശിച്ചു ഒന്നും ചെയ്യില്ല. പക്ഷേ 2 നേരം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം. ഇതിന് വെള്ളം നിർബന്ധമാണ്. അതേപോലെ ഇത് ചെയ്യുമ്പോൾ ഇതിന് മണ്ണ് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ വേര് സാധാരണ ചെടികളെ പോലെ, തക്കാളി ചെടികളെ പോലെ ഒന്നും അങ്ങനെ വേര് പോവില്ല. വേര് ഒരു സ്ഥലത്ത് നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ മണ്ണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം. ചുവട് പുറത്തായി പോകാൻ പാടില്ല. ഇതുപോലെ കളകളുണ്ടെങ്കിലൊക്കെ പറിച്ച് കളഞ്ഞ് ഇവിടെ ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ടോ. ഇവിടെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. ഇതൊക്കെ ബ്രാഞ്ചസാണ്. ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊരു ബ്രാഞ്ചാണ്. ഒരു തൈയിൽ തന്നെ ഒത്തിരി കായ്കളുണ്ടാവും. ഇത്രയും ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ബ്രക്കോളി. അതുപോലെ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിന് ഇടയ്ക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് ചുണ്ണാമ്പ് വെള്ളം അഥവാ കുമ്മായം കലക്കി വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ നേർമ്മിച്ചെടുത്ത് അതിൻ്റെ വെള്ളം ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഇതിന് മണ്ണിലുള്ള പുളിപ്പാംശങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ
കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ബ്രക്കോളി. അതുകൊണ്ട് എല്ലാവരും നമ്മളെ വീട്ടിലൊക്കെ വെറുതെ നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് മനോഹരമായ കാഴ്ചയായി നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണമാക്കി കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഫലപ്രദമായ ഒരു ഭക്ഷണം കൂടിയാണ്. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ നമ്മൾ സാധാരണ ക്യാബേജൊക്കെ സാധാരണ ഉപയോഗിക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള തെളിവാണിതൊക്കെ. അതുകൊണ്ട് എല്ലാവരും വീട്ടിലും ഒരു കുറേശ്ശെ പച്ചക്കറി കൃഷികൾ ചെയ്യുക അവരവരുടെ ടെറസിൽ. ഓക്കെ, ഗുഡ് ബൈ.